ഞാൻ അടുത്ത 50 മണിക്കൂർ ഉറങ്ങാതിരിക്കാൻ പോവാണ്. എനിക്ക് പ്രൂവ് ചെയ്യണം ഐ എം നോട്ട് എ നോർമൽ ഹ്യൂമൻ എന്ന്. ഇപ്പം വൈകുന്നേരം 4 മണിയായി ടൈമിന്. ഇപ്പൊ നിങ്ങളുടെ മൈൻഡിലൊക്കെ ഉണ്ടാവും എന്നാൽ എനിക്ക് രാവിലെ തന്നെ വീഡിയോ തുടങ്ങിക്കൂടെ എന്ന്. നോർമൽ ആയിട്ട് ആരും പകല് കിടന്ന് ഉറങ്ങില്ലല്ലോ. അതിനെക്കൊണ്ടാണ് ഞാൻ എല്ലാവർക്കും നോർമലി ഉറക്കം വരുന്ന ടൈമായ വൈകുന്നേരം മുതൽ ഈ വീഡിയോ തുടങ്ങുന്നത്. ഇപ്പം വലിയ സീനൊന്നുമില്ല, സീനാവാൻ ടൈം ആയിട്ടില്ല. 7 ആയിട്ടേ ഉള്ളൂ ടൈം. 12 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും ഏകദേശം ഉറക്കിന്റെ ഒരു പിടിമുറുക്കം വരും. അതുവരെ ഞാൻ ഫാസ്റ്റ് ആയിട്ട് പോവാണ്. സ്നാക്സ് തിന്നോണ്ട് എങ്ങനെ ഉറക്കം വരാതിരിക്കാന്ന് യൂട്യൂബിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ വീഡിയോ എടുക്കാൻ ഇന്നലെയും മെനിയാനും ശ്രമിക്കും, പക്ഷെ ഇന്നലെയും മെനിയാനും അത് പാളിപ്പോയി. പക്ഷെ ഇന്ന് പാളാതിരിക്കാൻ വേണ്ടി ഞാൻ യൂട്യൂബിലൊക്കെ കുറച്ച് ടിപ്സ് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ടിപ്സ് ഒക്കെ വർക്കിംഗ് ആണോ എന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. ഇന്ന് ഉറങ്ങിപ്പോയാൽ ഞാൻ നാളെ ഒന്നുകൂടി മാറ്റി എടുക്കേണ്ടി വരും. ഒരു സെക്കൻഡ് ഉറങ്ങിയാൽ തന്നെ ഞാൻ ഈ വീഡിയോ ക്യാൻസൽ ചെയ്ത് അടുത്ത നാളെ എടുക്കേണ്ടി വരും. ഇപ്പം വലിയ സീനൊന്നും ആവാൻ അത്ര ടൈം ആയില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു. ഇപ്പം പുറേ പോയിട്ട് വലിയ പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നുമില്ല, അതാണ് കുഴപ്പം. ഓക്കെ, ഉറക്കം വരാതിരിക്കാനുള്ള ഈ ടിപ്പിൽ ആദ്യത്തെ തന്നെ നട്ടല് നിവർന്നിങ്ങനെ നേരെ ഇരിക്കുക എന്നാണ്. ഫസ്റ്റ് ആദ്യം തന്നെ ട്രൈ ചെയ്ത് നോക്കാം. ഈ നേരെ ഇരിക്കുക എന്ന് പറയുന്നത് ഇന്നെ പോലെ വളഞ്ഞിരുന്ന് തയങ്ങിയ ഒരാൾക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ എന്നാലും ഞാനത് ചെയ്യും. കാരണം ഇന്നലെ തന്നെ വീഡിയോ പകുതിക്കൽ നിന്നു പോയപ്പോൾ വല്ലാത്തൊരു വിഷമമായിരുന്നു. നിന്നുപോയാലും ഞാൻ ഉറങ്ങിപ്പോയാണ്. നിങ്ങളെ ചീറ്റ് ചെയ്യൂല, അതിനെക്കൊണ്ടാണ് ഞാൻ അത് മാറ്റിയെടുക്കുന്നത്. ഈ പറയുന്ന രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഉറക്കം വരാൻ സാധ്യതയുള്ള സ്ഥലത്തേക്കൊന്നും പോവാതിരിക്കുക, അഥവാ കട്ടിൽമേലേക്ക് പോരുത്. ആ ഭാഗത്തേക്ക് മൈൻഡ് പോലും ചെയ്യാതിരുന്ന ഉറക്കം വരൂല. അതിൽ പറഞ്ഞിട്ടുള്ള 2 കാര്യങ്ങൾ നല്ല രീതിയിൽ വർക്കിംഗ് ആണ്. എനിക്കിപ്പോൾ ഉറക്കമൊന്നും വരുന്നില്ല. പിന്നെ ഉറക്കമൊന്നും വരാതിരിക്കാൻ ചെയ്യേണ്ടത് വയറ് നിറയെ ഫുഡ് കഴിക്കാതിരിക്കുകയാണ്. വയറ് നിറയെ ഒന്നും കഴിച്ചിട്ടില്ലെങ്കിൽ അത്യാവശ്യം ഫുഡ് കഴിച്ചിട്ടുണ്ട്. സോ ഉറക്കം വരാതിരുന്നാൽ ഭാഗ്യം. ഇപ്പം ടൈം 1 മണിയായി. ഉറക്കം വരാതിരിക്കാൻ വല്ല പുഷപ്പോ അങ്ങനെ എന്തെങ്കിലും എടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളെ ശരീരം വിചാരിക്കും നമ്മൾ ഇപ്പോഴും പണിയെടുത്തോണ്ടിരിക്കുകയാണ്, ഉറങ്ങാൻ ടൈം ആയിട്ടില്ല എന്ന്. സോ എല്ലാ മണിക്കൂറിലും ഓരോ 10 പുഷപ്പ് വെച്ചെടുക്കാനാണ് ഞാൻ ഇപ്പം വിചാരിക്കുന്നത്. പിന്നെ ഇങ്ങനെ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ നമ്മളെ ശരീരത്തിന് ആവശ്യമായ ഓക്സിജൻ കിട്ടുമ്പോൾ ഉറങ്ങാനായിട്ടില്ല എന്ന് നമ്മളെ മൈൻഡ് ഇങ്ങനെ വിചാരിക്കും. ശരിക്കും ഓക്സിജൻ്റെ അളവ് കുറയുമ്പോഴാണ് നമുക്ക് ഉറക്കം വരുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഓക്സിജൻ നമ്മളെ ശരീരത്തിന് കൊടുക്കുകയാണെങ്കിൽ ഉറക്കം വരില്ല. പിന്നെ 1 മണിക്ക് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ മുറ്റത്തിറങ്ങി നിൽക്കുന്നത്. പണ്ടൊക്കെയാണ് ഞാൻ പേടിച്ചോ അതൊക്കെ ഓടുകയും ചെയ്യാം. ഓക്കെ, 2 മണിയായി. കുറച്ച് പുഷപ്പ് ചെയ്ത് അങ്ങ് തുടങ്ങാം. പുഷപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വെള്ളം കുടിക്കാം. അങ്ങനെ ചെറിയ സിപ്പായിട്ട് കുടിക്കുക. അങ്ങനെ ആകുമ്പോൾ ബോഡി വിചാരിക്കും നമ്മളെന്തോ കാര്യമായിട്ട് വർക്ക് ചെയ്യാണ്, ഇങ്ങനെ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ടല്ലോ എന്ന്. ഓക്കെ, ഇനി എക്സ്പ്ലോറിങ്ങിൻ്റെ ടൈമാണ്. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി നോക്കാം. എന്താണ് എൻ്റെ നട്ടപ്പാതിരിക്കുള്ള പുറത്തുള്ള അവസ്ഥ എന്താണെന്നൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കാം. ഫസ്റ്റ് തന്നെ ഇവിടെ കിളിക്കൂടുണ്ട്. കിളികളൊക്കെ ഞാൻ ഈ ലൈറ്റ് ഇട്ടപ്പം എണീച്ചിട്ടുണ്ട്. വലിയ ജീവികളൊന്നും ഉണ്ടാവില്ല, അതെനിക്കറിയാം. എൻ്റെ വീടല്ലേ, ഏറിയ ഒരു പന്നി ഉണ്ടാവും. ആ പന്നിയും വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. ഇപ്പം നല്ല രീതിയിൽ മഞ്ഞുണ്ട്. ഇപ്പം ഇവിടെ ഓവർ നിന്ന ചിലപ്പം പനി പിടിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ ഇറങ്ങിയിട്ട് ഇതാക്കുന്ന റോഡുമ്മലെത്തിയേക്ക്. വൃത്തികെട്ട റോഡാണെങ്കിലും റോഡുമ്മലെത്തിയേക്ക്. കുറച്ചുകൂടി ഇങ്ങനെ തിരിഞ്ഞൊക്കെ കളിച്ചിട്ട് കുറച്ചുകൂടി വൈബ് അടിച്ച് ടൈമൊക്കെ പോക്കിയതിന് ശേഷം അതേ കയറട്ടെ. 3 മണിയായി. അടുത്ത സെറ്റ് പുഷപ്പിനുള്ള ടൈമായി. പുഷപ്പ് ചെയ്തില്ലെങ്കിൽ ഉറക്കം വരും. സോ പുഷപ്പ് കഴിഞ്ഞാൽ വെള്ളം കുടിക്കുക. വെള്ളം കുടിച്ചാൽ തന്നെ നല്ല എനർജി ആയിരിക്കും. ഇതിലങ്ങനെ ചെറിയൊരു വേദന വരുന്നുണ്ട്, അല്ലാണ്ട് വലിയ സീനൊന്നുമില്ല. ഉറക്ക് മെന്റലി എനിക്ക് ഉറങ്ങാനോ എന്നുള്ളൊരു ക്ഷീണോ അങ്ങനെ ഒരു സാധനവും ഇല്ല. ഇപ്പം 4 മണിയായി ടൈം. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം ചെറുതായിട്ടൊന്ന് തലവേദനയാകുന്നുണ്ട്, പല്ലുവേദനയാകുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല അത് ഉറങ്ങാത്തയും കൊണ്ടാണ് വരുന്നത് എന്ന്. ഞാൻ ഇവിടെ എന്തൊക്കെയോ വാരിപ്പെറുക്കി തിന്നുന്നുണ്ട്. അപ്പം അതിനെ കൊണ്ടുള്ളതായിരിക്കും ഈ പല്ലുവേദന വരുന്നത്. ഈ 4 മണിക്ക് പുഷപ്പ് എടുക്കുന്നതിന് പകരം കുറച്ചിങ്ങനെ ചാടി എനർജി കൂട്ടാമെന്ന് വിചാരിച്ചു. ഞാൻ ഈ വീഡിയോ പ്ലാൻ ചെയ്തപ്പോൾ ഉറങ്ങാണ്ടിരിക്കണമെങ്കിൽ ഷവറിൻ്റെ അടിയിലൊക്കെ നിൽക്കേണ്ടി വരുമെന്ന് വിചാരിച്ചിരുന്നു. കാല് വെള്ളത്തിലിട്ട് വെക്കുക, മുഖം കഴുകിക്കൊണ്ടിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഇതുവരെ അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടില്ല. മിക്കവാറും ഒരു 10 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. ഇനി ടൈം പോകാൻ ഒരേ ഒരു വഴി ചായ ഉണ്ടാകും. ഇനി കുറച്ച് ഈ ചായയും കുടിച്ചിരിക്കുക. അത്യാവശ്യം ചൂടുണ്ടായതിനെ കൊണ്ട് കുടിക്കാൻ നല്ല ടൈം എടുക്കും. ഇപ്പം 5 മണിയായി ടൈം. പക്ഷേ എനിക്ക് പുഷപ്പ് എടുക്കുക അങ്ങനെ ഒരു സാധനം ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ചായ കുടിച്ചൊന്ന് മുഖം കക്കിയപ്പോഴേക്ക് എത്രയും നേരമുള്ളതിനെക്കാട്ടിലും കൂടുതൽ എനർജി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഡ്രസ്സൊക്കെ മാറ്റി പള്ളിയിലേക്ക് പോകണം. അത്യാവശ്യം നല്ല രീതിയിൽ മഞ്ഞുള്ള ഒരു ദിവസമാണ്. പനിയൊന്നും പിടിക്കൂലായിരിക്കും. പള്ളിയിലൊക്കെ പോയി വന്നു, പക്ഷെ ഒടുക്കത്ത തണുപ്പാണ്. യൂട്യൂബിൽ കണ്ട ടിപ്പൊക്കെ 90% വർക്കിംഗ് ആണ്. കാരണം ഞാൻ ഇന്നലെ രാത്രി ഒരു തുള്ളി ഉറങ്ങിയിട്ടില്ല. പക്ഷെ ഇനിയായിട്ടാണ് ഒറിജിനൽ ടഫ് വരാൻ പോകുന്നത്. കാരണം ഇനിയായിട്ടാണ് ഉറക്കിന് ശേഷം ഒരു മുറുക്കമുണ്ടാകും. എനിക്കിപ്പം കസാരയിൽ ഇരുന്ന അന്നപ്പം ഉറക്ക് വരും. ഉറക്ക് വരാതിരിക്കാൻ ഇങ്ങനെ എണീറ്റ് നടക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ. ഉച്ച മൊത്തമുള്ള ഈ ക്ഷീണം മാറ്റാൻ ഒന്ന് പോയേ ചാടിയാൽ മതി. സോ ഒന്ന് പോയേ ചാടിയില്ല. ഒരു നീണ്ട നേരത്തെ കുളിക്ക് ശേഷം ചെവി അടിഞ്ഞ് ഒരുമാതിരി ഇപ്പൊ ഒന്നും കേൾക്കുന്നില്ല. എന്നാലും കുറച്ചുകൂടി ഒരു എനർജി കിട്ടിയ പോലെ ആയിരിക്കും. എനിക്കിപ്പം തോന്നുന്നു പോയ ഒരു വേസ്റ്റ് ഐഡിയ ആണെന്ന്. കാരണം പോയതിനു ശേഷം അത്യാവശ്യം ടയർഡായി.
ഇത്രയും നേരം നിന്നത് എനിക്ക് ആകെയുള്ള ഒരു പ്രശ്നം ഈ കണ്ണിന്റെ ഇങ്ങനെ ഒരു വേദനയാണ് ചുറ്റും. ഇപ്പം തന്നെ എന്റെ സ്ക്രീൻ ഓൺ ടൈം 9 മണിക്കൂറായിട്ടാണ് വയ്ക്കി. ഇപ്പൊ ഉച്ചക്ക് 1 മണി ആയിട്ടേ ഉള്ളൂ. അന്നപ്പോഴേക്ക് 9 മണിക്കൂർ. ഈ ഉറക്ക് ഓവർ ഇല്ല, കാരണം ഞാൻ സ്ക്രീൻ ഓൺ ടൈം ഓവർ ഉണ്ടായത് കൊണ്ട് ഈ ഉറങ്ങേണ്ട സാധനങ്ങളൊന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, 2 മണിയായി ടൈം. ഞാൻ കുറച്ച് ചോറ് തിന്നാൻ വിചാരിച്ചു. കുറെ തിന്നാണ് ഉറക്ക് വരും, അതിനെ കൊണ്ട് കുറച്ചേ തിന്നുന്നുള്ളൂ. ഈ ചോറ് തിന്നിട്ട് ഉറക്ക് വരാണ്ട് പിടിച്ച് നിൽക്കണം. ചോറ് തിന്നാൽ ഉറപ്പായിട്ട് ഉറക്ക് വരും. ദഹിക്കാണ്ട് പല്ലുവേദന കയറിയാണ്. ഇനിയിപ്പോൾ സീനായിരിക്കും. ഇത് മാറുന്നവരെ കുറച്ച് നേരം മിണ്ടാണ്ടിരിക്കട്ടെ. ഞാൻ കുറച്ച് നേരത്തേക്ക് ഫോണൊക്കെ മാറ്റി വെച്ച് മൊത്തം ഒന്ന് ഒരു സ്ഥലത്ത് ഇരുന്ന് നോക്കിയപ്പം ഇപ്പം വലിയ സീനില്ല. മൊത്തത്തിലൊന്ന് സ്റ്റുഡിയോ ഒന്ന് ആക്റ്റീവ് ആക്കി. പലർക്കും എൻ്റെ സ്റ്റുഡിയോ കാണാൻ ഒരു കൗതുകം ഉണ്ടാവും. അത് ഊർക്ക് വേണ്ടിയിട്ട് ഇതാ ഞാൻ എൻ്റെ സ്റ്റുഡിയോ കാണിച്ചു തരാണ്. ഇതാണ് ഞാൻ വാർപ്പിൻ്റെ മുകളിൽ ഇതുപോലൊരു സ്ഥലത്ത് ഉണ്ടാക്കിയെടുത്തതാണിത്. പിന്നെ ആണെങ്കിൽ ഇത് അതിൻ്റെ ഉള്ളോട്ട് പോകുമ്പോൾ ഇതാക്കുന്ന 4 പില്ലർ വെച്ച് അതിമേൽ ഇതുപോലെ കൽക്കോല് വെച്ച് കെട്ടിയതാണ്. ഒരു മേശ, പിന്നെ ഇരിക്കാനൊരു ഇതും, പിന്നെ വേണ്ടത് 1 ബൾബ്, 2 ബൾബ്, 3 ബൾബ്, 4 ബൾബ്, ഇതുപോലൊരു ഷീറ്റ്. ഇതൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഇതുപോലുള്ള ഒരു പ്ലഗും. ലൈറ്റിനുള്ള കറണ്ട് ഞാൻ താഴത്തുനിന്ന് വലിച്ചതാണ്. ഞാൻ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ വേണ്ടി ഒരു കണ്ണാടി വെച്ച്, അതായത് നമ്മുടെ തല കറക്റ്റ് ആയിട്ട് കുടുങ്ങുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വെച്ചത്. ഓക്കെ, ഇപ്പം 24 മണിക്കൂറായി ഞാൻ ഈ ചലഞ്ച് തുടങ്ങിയിട്ട്. ഇപ്പം സഹിക്കാൻ പറ്റാത്ത ഉറക്കോ അങ്ങനെ ഒരു സാധനവും ഇല്ല. ചെറിയ രീതിയിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, എന്നാലും സഹിക്കാൻ പറ്റാത്ത ഒന്നുമില്ല. പിന്നെ ആണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ കുറച്ചുകൂടി ഒരു എന്റർടൈൻമെന്റ് ആക്കാൻ വേണ്ടിയിട്ട് വാർപ്പിന്റെ മുകളിൽ മൊത്തം ആയിട്ട് ഒരു എന്റർടൈൻമെന്റിന്റെ ഭാഗമായിട്ട് ഇരുന്നാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ഞാനൊരു ചായയൊക്കെ കുറിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനൊരു സാധനം ശ്രദ്ധിച്ചു. ഈ വൈകുന്നേരം ആകുന്നതനുസരിച്ച് അതെനിക്ക് തലവേദനയും ഈ കണ്ണിൻ്റെ വേദനയൊക്കെ നല്ല രീതിയിൽ കൂടുന്നുണ്ട്. നേരത്തെ ഒന്നും വലിയ സീനില്ലായിരുന്നു, ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. അതിന് പുറമാണെങ്കിലോ നേരത്തെ മാറിയെന്ന് ഞാൻ വിചാരിച്ച പല്ലുവേദനയും. ഇനിയിപ്പോൾ പല്ലുവേദന ഉറങ്ങായിട്ട് വന്നതാണോ അതും എനിക്കറിയത്തില്ല. ഈ ചലഞ്ച് എന്തായാലും ഞാൻ കംപ്ലീറ്റ് ചെയ്യും. പക്ഷേ കൂടുതൽ സംസാരിക്കുമ്പോൾ ഈ സൈഡിൽ നിന്ന് ഭയങ്കര വേദനയാണ്. ഇപ്പം പല്ലുവേദനക്കും തലവേദനക്കും ഒക്കെ നല്ല മാറ്റമുണ്ട്. സോ ഇനി നേരത്തെ പോലെ തന്നെ നമുക്ക് വീഡിയോ എടുത്ത് തുടങ്ങാം. എനിക്ക് ചെറിയ രീതിയിൽ ഉറക്ക് വരുന്നുണ്ട്. സോ ഇന്നലത്തെ പോലെ പുഷപ്പ് ഒക്കെ എടുത്ത് നൈസായിട്ടൊന്ന് നേരം വെളുപ്പിക്കണം. ഇപ്പം ടൈം 10 മണി. ഈ ഉറങ്ങായിട്ട് ഇതാ ഈ ഏരിയയിലില്ലേ നൈസായിട്ടൊന്ന് നീര് വെക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഈ കണ്ണിൻ്റെ ഈ ഭാഗം ഒന്നായിട്ട് തടിക്കുന്നു. ഇപ്പം 11 മണിയായി. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഉറക്ക് വരുന്നുണ്ട്. സോ ഞാൻ കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്യട്ടെ. ഇത് ഞാൻ വെറുതെ വീഡിയോ കാണിച്ച് വീഡിയോ ലാഗ് ആക്കുന്നില്ല. ഇപ്പം 12:06. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വാർപ്പിന്റെ മുകളിൽ പോവാം. വാർപ്പിന്റെ മുകളിലെത്തി സത്യം എല്ലാം പേടിയാകുന്നുണ്ട്. കാരണം ഇവിടുന്ന് ഒരു കൂമം മൂളുന്നുണ്ട്, പിന്നെ ഇവിടുന്ന് എന്തോ ഒരു സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അതിനു മുമ്പ് നമുക്ക് ഇവിടെ വന്നൊരു ലൈറ്റ് ഇടാനുണ്ട്. ലൈറ്റ് ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. എന്തിന്റെ സൗണ്ടാന്ന് എനിക്കിപ്പോഴും അറിയില്ല. എന്തോ ഇങ്ങനെ ചുരണ്ടുന്നതിന്റെ സൗണ്ടൊക്കെയാണ് കേൾക്കുന്നത്. ഇതൊക്കെ ഏത് ജീവിയായിരിക്കും? എന്തായാലും എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ പേടിയാകുന്നുണ്ട്. അങ്ങോട്ട് കയറിയപ്പോഴേക്ക് എനിക്ക് ഉറക്ക ഇടവൊക്കെ അങ്ങ് പോയിക്ക്. കാരണം കുറച്ച് പേടിയും, പിന്നെ ആണെങ്കിൽ ഇവിടെ മൊത്തം ഒരു ഏകദേശം അലങ്കോലായിക്ക് എടുക്കുന്നതിനെ കൊണ്ട് ഉറങ്ങാൻ പറ്റിയൊരു സാഹചര്യമല്ല. അതിനെക്കൊണ്ട് തന്നെ ഇവിടെ നിന്ന് എനിക്ക് ഉറക്ക് വരുന്നില്ല. നമുക്ക് പുറത്ത് പോയി എന്തെങ്കിലും ജീവികളുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. പുറത്തിപ്പം പെട്ടെന്ന് എന്തെങ്കിലും ഒരു ജീവിനെ കണ്ടാൽ ചിലപ്പോൾ ഞാൻ ഞെട്ടിട്ടോ. അതിക്ക് ധൈര്യം ലൈറ്റല്ല, അത് ആരായാലും ഞെട്ടുന്നാണല്ലോ. ഓക്കെ, ഇതും വല്ല ഇടയില്ല. ഇതിമ്മ നന്നാൻ തിന്നുന്നതിൻ്റെ സൗണ്ട് ആവണം. നേരത്തെ കരകരകരെന്ന് സൗണ്ട് കേട്ടത്. ഇവിടെ ഒരു ജീവികളും ഇല്ല. ഒരു ജീവിയുമില്ല. വലിയ ജീവികൾ ഉണ്ടാവുന്ന പ്രതീക്ഷിച്ചൊന്നല്ല ഞാൻ ഈ തപ്പാൻ പോയത്. ഇനിങ്ങാനും വല്ല എലിക്കുട്ടിട്ടാനോ വഴിതെറ്റി വന്നാൽ അതിനെ കാണാലോ എന്നുള്ള കൗതുകം കൊണ്ട് പോയതാണ്. മുകളിലുള്ള എക്സ്പ്ലോറിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ താഴത്തെത്തിക്ക്. പിന്നെ ആണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ തലൻ്റുള്ളൊരു പെരുക്കലുണ്ട്. ഉറങ്ങാത്തയും കൊണ്ടായിരിക്കും. പിന്നെ ഈ രാത്രി ഒന്ന് കഴിഞ്ഞിട്ട് ആ പകൽ എങ്ങനെയെങ്കിലുമൊക്കെ ഇങ്ങനെ തട്ടിമുട്ടി അങ്ങ് പോവുമായിരുന്നു. ഈ റൂമിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഉറങ്ങും. കാരണം അത്രയും ഉറക്കുന്നുണ്ട് എനിക്കിപ്പോ. ഞാൻ സ്വപ്നത്ത് പോലും വിചാരിച്ചില്ല ഇത് നട്ടപ്പതിര് 1:20 പൊരിയും തന്നിവിടെ ഇരിക്കുന്നു. അതാണ് ലൈഫ്. ഫൈനലി 2 മണിയായി. 1 മണി മുതൽ എന്തോ ഒരു ടൈമാണെന്ന് അറിയോ. ടൈം നീങ്ങുന്നേ അല്ല. ഇപ്പോഴാണെന്ന് 2 മണിയായി. ഇനി 3 മണി, 4 മണി, 5 മണി. ഇനി ഒരുപാടുണ്ട്. എനിക്കിപ്പോഴുള്ള ഏറ്റവും വലിയ ടഫ് എന്താ പറയുക, ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. കാരണം എൻ്റെ മൂഡ് ഇറക്കി തട്ടിയാൽ ഞാൻ ഉറങ്ങിപ്പോകും. കാരണം ഇടയൊന്നും
ഉറക്കാൻ കാത്തിക്കുക അന്നപ്പോഴേക്കാണ് ഉറക്കും. ഇത്രയും എനിക്ക് ഉറക്കം വെക്കുന്നുണ്ട്. ഞാൻ കുളിക്കേണ്ടി വരും, അല്ലെ വെള്ളത്തിൽ കാലിട്ട് നിൽക്കേണ്ടി വരും. അമ്മാതിരി ഉറക്കം വെക്കലാണ്. എന്തായാലും ഉറങ്ങൂല. ഞാൻ ഈ ചലഞ്ച് ഞാൻ ഒരിക്കലും ഫെയിൽ ആക്കൂല. ഉറങ്ങി വീണുകയാണ് ചെയ്യുന്നത്. അതിനെക്കൊണ്ടേ ഒന്ന് പോയി കുളിച്ചു നോക്കട്ടെ. എന്തായാലും മുഖം കെട്ടിയിട്ടൊന്നും ഒരു മാറ്റമില്ല. കുറച്ച് തണുത്താൽ എന്താ ഉറക്കം പോയി കിട്ടിയേക്ക്. ഇനി ഈ ചലഞ്ച് കഴിയുന്നവരെ ഉറക്കം വരാണ്ടെന്നായി. 3 മണിയായി. കുളിച്ചതിന് ശേഷം വലിയ ഉറക്കിന്റെ സീനൊന്നുമില്ല, വലിങ്ങനെ. പക്ഷെ ചെറിയ രീതിയിലുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് ഉറക്കം ഇങ്ങനെ ഒന്ന് മാടി വിളിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അതിൽ വിൽക്കൂല. 4 മണിയായി. എനിക്ക് നല്ല രീതിയിൽ ഉറപ്പ് വെക്കുന്നുണ്ട്. കുറച്ചുകൂടി പിടിച്ചു നിന്നാൽ ഈ ചലഞ്ച് കംപ്ലീറ്റ് ആവില്ലോ എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും അത് ഫെയിലായി പോയതിന്. ടൈം പോകുന്നില്ല, ആ ഒരു ചെറിയൊരു പ്രശ്നമുള്ളൂ. ഇതിപ്പോൾ 4 മണിമ്പോൾ കുറേ നേരമായി നിൽക്കുന്നു. ഒരു 5 മണിയാവാൻ ഞാൻ എന്തോരം ടൈമായിരുന്നറിയോ വെയിറ്റ് ചെയ്യുന്നത്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇന്ന് എന്താ വീഡിയോ എടുക്കാത്തതെന്ന് വെച്ചാൽ, ഞാൻ എങ്ങനെ വീഡിയോ എടുത്താലും അത് ഞാൻ ഇന്നലെ എടുത്തതിന് സെയിം പാറ്റേൺ ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പം 5:30 ടൈം. ഞാൻ സുബിക്ക് പള്ളിയിലൊക്കെ പോയി ഇനി വരാം. ഈ ചലഞ്ച് കഴിയാൻ ഇനി 11 മണിക്കൂറാണ്. ഇപ്പം എൻ്റെ മൈൻഡിലുള്ള എങ്ങനെയെങ്കിലും ഒന്ന് കുറച്ച് ഉറങ്ങിയാൽ മതിയായിരുന്നു എന്നാണ്. എൻ്റെ എനർജിയുടെ പകുതിയോ അങ്ങ് ഇല്ലാണ്ടായപ്പോഴാണുള്ളത്. മൊത്തത്തിൽ ഒരു ഉഷാറ് കുറവ്, ഒരുമാതിരി ഈ തലൻ്റെ അങ്ങനെ എന്തോ പിരിപിരിക്കും പോലെയൊക്കെ ഉള്ളത്. ഈ രാത്രി ഉള്ളതിൻ്റെ അത്ര സീന് പകലില്ല കേട്ടോ. അതായത് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഈ ഉറക്കിൻ്റെ അതോ അങ്ങനെ ഒരു പ്രശ്നവും ഇപ്പം ഇല്ല. ഇത്രയും നേരം ഉറങ്ങാതിരുന്നിട്ട് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്. അതൊക്കെ ഇത് കണ്ടോ, ഈ ഏരിയയിലുള്ളത് ഇത് മൊത്തം നീരാണ്. അവിടെയൊക്കെ നീര് വന്നിട്ടുണ്ട്. അതെന്തെന്നോ വന്നതെന്നോ ഇത് ഇനി എങ്ങനെ മാറുകയെന്ന് പോലും എനിക്ക് അറിയൂല. കിടന്നുറങ്ങിയാൽ മാറുമായിരിക്കും, അതൊന്നും എനിക്ക് അറിയൂല. പിന്നെ ഇതിലങ്ങനെയൊക്കെ ഒരു തരിപ്പു, ഇതാണ് മെയിൻ ആയിട്ടുള്ള സൈഡ് എഫക്റ്റ്. പിന്നെ ആണെങ്കിൽ ഒരു എനർജി ഇല്ലാത്ത പോലെ, മൊത്തത്തിൽ ഒരു ഉഷാറില്ലാത്ത പോലെ ആവും ഇത്രയും നേരം ഉറങ്ങാണ്ടിരിക്കുകയാണെങ്കിൽ. ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത് ഈ ചലഞ്ച് ഒന്ന് കഴിഞ്ഞിട്ട് ഈ കട്ടിൽമേൽ ഒന്ന് കിടക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് അത്രയും അത്യാവശ്യമാണ് ഇപ്പോൾ ഉറങ്ങുന്നത്. കാരണം ഞാൻ അത്രയും വീക്കായി. ഇനി ഒരു 7 മണിക്കൂറോടും കഴിഞ്ഞാൽ ഈ ചലഞ്ച് കഴിയുകയും ചെയ്യും. ഇപ്പം അവസ്ഥ എന്താ അറിയോ, അതായത് ഞാനിപ്പോൾ എന്തെങ്കിലും ഒന്ന് കാര്യമായിട്ട് ആലോചിക്കുക, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒന്നും ചെയ്യാണ്ട് വെറുതെ നിൽക്കുകയാണെങ്കിൽ എനിക്ക് ഉറക്കം വന്നിട്ട് അങ്ങനെ വീണ് പോകും. അത്രയും വീക്കായി കിടക്കുകയാണ് എൻ്റെ ശരീരം. പകല് രാത്രി ഉള്ളതിൻ്റെ അത്ര ഉറക്കമൊന്നും നോക്കുന്നില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു ഇന്നലെ രാത്രിയത്തൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഉറങ്ങി വീണോ ഈ ചലഞ്ച് ഫെയിൽ ആവുന്നൊക്കെ ഞാൻ വിചാരിച്ചു. അങ്ങനെയൊന്നുമില്ല, പകല് ഒരു ഉറക്കം തോക്കുന്നില്ല. ഇപ്പം 2 മണി. ഞാൻ ചോറൊക്കെ തിന്നപ്പോഴേക്ക് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ട്. അന്നപ്പം ഞാൻ പുറത്തു കൂടെയൊക്കെ ഒന്ന് ഇറങ്ങി നടക്കാമെന്ന് വിചാരിച്ച് നടക്കാൻ ഇറങ്ങിയതാണ്. ആകെയുള്ളൊരു പ്രതീക്ഷ 6 മണിയാകുമ്പോൾ ഈ ചലഞ്ച് കഴിയും. അന്നപ്പോൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാമെന്നുള്ള ഒരു ഹോപ്പിലാണ് ഞാൻ ഇത്രയും നേരം നിൽക്കുന്നത്. ഈ ചലഞ്ച് തുടങ്ങിയിട്ട് ഇപ്പോൾ 2 ദിവസമായി, അഥവാ 48 മണിക്കൂർ. 2 മണിക്കൂറോടും കഴിഞ്ഞാൽ ഇത് കഴിയും. എനിക്കിപ്പോൾ ഏറ്റവും അത്യാവശ്യം കുറച്ച് ഉറങ്ങലാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി വെയിറ്റിങ്ങിലാണ്. ഓക്കെ, 50 മണിക്കൂറായി. ഞാൻ കിടന്നുറങ്ങട്ടെ. എന്തായാലും ആ ചലഞ്ചും കഴിഞ്ഞ് കിടന്നിട്ട് ഇന്ന് ഉച്ചക്കാണ് ഞാൻ എണീക്കുന്നത്. എണീച്ചിട്ടും തലേൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു ഫീലാണ്. ഇനി ഇതെപ്പോഴാണ് മാറുകയെന്ന് പോലും എനിക്ക് അറിയൂല. പിന്നെ ഞാൻ ഈ പുഴയിലെന്ന വീഡിയോ കാണണേ.